നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ റിമാൻഡ് ചെയ്തു. ഫെബ്രുവരി 12 വരെയാണ് റിമാൻഡ് ചെയ്തത്. കൊല നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടിവിക്ക്. പ്രതിയെ ആലത്തൂർ സബ് ജയിലിലേക്ക് മാറ്റി. കൊല നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെ ആണ് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതി മനസ്താപമില്ലാത്ത കുറ്റവാളിയാണ്. തൻ്റെ പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിൻ്റെ സന്തോഷം പ്രതിക്കുണ്ട്. അത് പല ഘട്ടങ്ങളിൽ പ്രതി പ്രകടിപ്പിക്കുകയാണ്. ഈ ആസൂത്രിതമായ കൊലപാതകം നടത്താൻ ദിവസങ്ങൾക്ക് മുൻപ് കൊടുവാൾ വാങ്ങി. പ്രതി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. കൊല നടത്തിയത് പൂർവ്വ വൈരാഗ്യം കൊണ്ട് തന്നെയാണെന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പോലീസ് പറയുന്നുണ്ട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത എന്ന് പറയുന്നത് പ്രതി പുറത്തിറങ്ങിയാൽ സാക്ഷികൾക്കടക്കം ഭീഷണിയാണ്. സുധാകരന് 2 പെൺമക്കളുണ്ട്, അവർക്കും ഭീഷണിയാണ്. അങ്ങനെ ഭീകര സ്വഭാവമുള്ള കൊടും ക്രിമിനലായ ഒരാളെ എന്ന രീതിയിൽ തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിലും വിശേഷിപ്പിക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായിട്ടും നീലിമ, റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നത് ഈ പ്രതി മനസ്താപമില്ലാത്ത കുറ്റവാളിയാണ് എന്നുള്ളതാണ്. തൻ്റെ പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിൻ്റെ സന്തോഷമാണ് പ്രതിക്ക് ഉള്ളത് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. പ്രതിക്ക് ഈ കൃത്യം ചെയ്തതിൽ കുറ്റബോധമല്ല, പകരം പ്രതിക്ക് സന്തോഷമാണ് ഉള്ളത് എന്നുള്ളതായിരുന്നു ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയത്. അതേ കാര്യം തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നത്. തൻ്റെ പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിൻ്റെ സന്തോഷം പ്രതിക്ക് ഉള്ളത്. കൊല നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്നും ഇതിനായി ദിവസങ്ങൾക്ക് മുൻപ് കൊടുവാൾ വാങ്ങിയെന്നും പ്രതി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ രാവിലെ SP പറഞ്ഞ അതേ കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിലുമുണ്ട്. കൊല നടത്തിയ പൂർവ്വ വൈരാഗ്യം കൊണ്ടാണ്. പ്രതിയിൽ നിന്ന് അയൽവാസികൾക്ക് തുടർച്ചയായ വധഭീഷണിയുണ്ട്. കൊലപാതകത്തിന് ശേഷം പോത്തുണ്ടി മലയിലേക്ക് ഓടിപ്പോയി. ചെന്താമരയുടെ കുടുംബം അകലാൻ കാരണം സുധാകരനും അമ്മയാണെന്ന് ചെന്താമര വിശ്വസിച്ചിരുന്നു. ഒപ്പം സുധാകരന് 2 പെൺമക്കളുണ്ട്. ഈ പെൺമക്കൾക്കും വധഭീഷണിയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതി പുറത്തിറങ്ങിയാൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുകയോ അപായപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും ഏറെ നാടിനെ നടുക്കിയ ആ കൊലപാതകത്തിൽ ഇന്നലെ രാത്രി 10:30 പിടിയിലായ പ്രതി, ആ പ്രതിയെ ഇന്ന് വൈകുന്നേരം 4:45 പോലീസ് ആലത്തൂർ കോടതിയിലേക്ക് എത്തിച്ചത്. ആലത്തൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പിന്നീട് 14 ദിവസത്തേക്കാണ് കോടതി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും കസ്റ്റഡി അപേക്ഷ, പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ചയായിരിക്കും പോലീസ് സമർപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം പ്രതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇനിയും അറിയാനുണ്ട്. മാത്രമല്ല ഈ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനുണ്ട്. പ്രധാനമായിട്ടും തെളിവെടുപ്പ് നടത്താനുള്ളത് പോത്തുണ്ടിയിൽ കൊലപാതകം നടന്ന ബോയൻ കോളനിയിലും അവിടെ പ്രതി ഒളിവിൽ കഴിഞ്ഞിരുന്ന മലമുകളിലും, ഒപ്പം ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തിരുന്ന കോഴിക്കോട്ടിലെ തിരുവമ്പാടിയിലേക്ക് ഉൾപ്പെടെ പ്രതിയെ എത്തിച്ച് പോലീസിന് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഏതായാലും അതിൻ്റെ ഭാഗമായും പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് തിങ്കളാഴ്ച സമർപ്പിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ DYSP ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ഈ കോടതി ചെന്താമരയെ ഫെബ്രുവരി 12 വരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. വിവരങ്ങളാണ് അരുൺ ആലത്തൂർ പങ്കുവച്ചത്.